എയർപോർട്ട് അടച്ചതും ലോക്ക്ഡൗണും കാരണം നാട്ടിൽ കുടുങ്ങിപ്പോയ പ്രവാസികൾക്ക് 5000 രൂപ ലഭിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2020 ജനുവരി 1 മുതൽ നാട്ടിലെത്തിയവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാനുള്ള അർഹതയുള്ളൂ. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ norcaroots.org അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് വെബ്സൈറ്റിലോട്ട് കയറാം. വെബ്സൈറ്റിലോട്ട് കയറിക്കഴിഞ്ഞതിന് ശേഷം മുകളിലായിട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പുതിയ പേജ് ഇതുപോലൊരു പുതിയ പേജ് ഓപ്പണായി വരും. ഓപ്പണായി വന്നതിന് ശേഷം കുറച്ച് താഴോട്ട് അതിനകത്ത് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചിട്ടെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം കുറച്ച് താഴോട്ടേക്ക് വരിക. വലത് സൈഡിൽ കാണിക്കുന്നത് നിർഭാഗ്യവശാൽ രോഗികളായവർക്ക് 10000 രൂപ ലഭിക്കുന്ന ഓപ്ഷനാണ്. അത് വേണ്ടവർക്ക് അതിൽ അപേക്ഷിക്കാം. രണ്ടും ഏകദേശം സെയിം ആണ്. താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. പേജ് ഓപ്പണായി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടതായിരിക്കാം. അങ്ങനെ ഇതുപോലെ ഒരു പേജാണ് നിങ്ങൾക്ക് പിന്നെ ഓപ്പണായി വരിക. ഗവൺമെൻറ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലൊരു പേജ്, അപേക്ഷയുടെ ഒരു ഫോം പോലെ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ, നിങ്ങളുടെ യൂസ് ചെയ്യുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും എറർ മെസ്സേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ടാണ് മെസ്സേജ് വരിക. ഫസ്റ്റ് മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്പോർട്ട് നമ്പർ, പിന്നെ അപേക്ഷകൻ്റെ പേര്, പിന്നെ പാസ്പോർട്ടിൻ്റെ പുറകിലൊക്കെ കാണുന്ന നമ്മുടെ അഡ്രസ്സ്. പിന്നെ നമ്മൾ ഡിസ്ട്രിക്ട്, ജില്ല കൊടുക്കുക. പിന്നെ തിരിച്ചെത്തിയ തീയതി ഉണ്ട്. നമ്മളെ നാട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ആ ഡേറ്റ് ഉണ്ടാവും. നമ്മളെ പാസ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എമിഗ്രേഷൻ സീൽ ഉണ്ടാവും. അത് കൊടുക്കുക. ഏത് രാജ്യത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നത് ആ രാജ്യത്തെ സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, ജനന തീയതി, പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ പാസ്ബുക്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ബാങ്കിൻ്റെ പേര്, ബ്രാഞ്ച് സ്ഥലം, പിന്നെ IFSC കോഡ്, ഇങ്ങനെയുള്ള എല്ലാം കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ്, വിസ സ്റ്റാമ്പ് ചെയ്ത പേജ്, പിന്നെ നിങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ എമിഗ്രേഷൻ സീലടിച്ച പേജ് ഉണ്ടാവും. പിന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഓരോ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫോണിനകത്തോ കമ്പ്യൂട്ടറിനകത്തോ വെക്കുക. എന്നതിന് ശേഷം പിന്നെ ഇതിനകത്ത് പറയുന്ന പോലെ ഫസ്റ്റ് പേജ് പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്യുക. പിന്നെ അഡ്രസ് പേജ് എന്ന് വെച്ചാൽ ബാക്ക് പേജ്, പിന്നെ നിങ്ങളെ നാട്ടിൽ എമിഗ്രേഷൻ സ്റ്റാമ്പ് ചെയ്തതിൻ്റെ പേജ്, പിന്നെ പാസ്പോർട്ടിലെ നിങ്ങളെ വിസ പേജ്, അതിനുശേഷം പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ്, പിന്നെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ വേണം. അതും കൂടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം, ഇത്രയും കഴിഞ്ഞതിന് ശേഷം താഴെ ഒരു ടിക്ക് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ ടിക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം സേവ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളത് ഡോക്യുമെൻറ്റ്സ് സേവ് ആവുന്ന പോലെ അവിടെ റൗണ്ട് ചെയ്യുന്നത് കാണിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിനകത്തോട്ട് ഇതുപോലെ ഒരു മെസ്സേജ് വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചത് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മൊബൈലിനകത്തോട്ട് ഒരു മെസ്സേജ് വരും.